ഇപ്പോൾ ഈ വിഷയത്തിൽ നിയമത്തിന്റെ അഭാവമില്ല, കോടതി വിധിയുണ്ട്, അതേ തുടർന്ന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. പക്ഷെ ആ ഗൈഡ് ലൈൻ ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പല കാര്യത്തിലും കോടതി ഇടപെടലെ തുടർന്ന് ഇപ്പോൾ ബന്ദ് ഇല്ലാതായി, ഹർത്താലിന്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ തോതിൽ നിയന്ത്രണങ്ങളുണ്ട്, ജാമ്യ വ്യവസ്ഥകൾ പ്രത്യേകിച്ച് ഈ PDPP ആക്ടിലൊക്കെ കർശനമാക്കിയതോടുകൂടി അക്രമ സംഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയാം, കഴിഞ്ഞൊരു 30 വർഷം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മുമ്പ് നമ്മൾ ഒട്ടും പുരോഗമനപരമല്ല എന്ന് പറയാൻ കഴിയുന്ന പല കാര്യങ്ങളുടെ കാര്യത്തിലും ജനാധിപത്യപരമായ പുതുക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ പക്ഷേ അത്ര കാര്യമായ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതുണ്ട്. കോടതികൾ കുറെ കൂടി ശക്തമായ നിലപാടെടുത്താൽ ഇതും മെച്ചപ്പെടുത്താവുന്നതല്ലേ ഉള്ളൂ. കോടതികൾ ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എടുക്കാറുള്ളത്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കൂടെ വളരെ പുരോഗനാത്മകമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. പരമ്പരാഗതമായ സമര രീതികൾ ഇതാണ്, ഇനി എല്ലാ കാലവും ഇതേ സമര രീതികൾ തന്നെ തുടരും എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ തെറ്റ്. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പല വിദേശ രാജ്യങ്ങളിലും പോവുകയും അവിടെയൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും കാണുകയും പഠിക്കുകയും അത് നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ന്യൂയോർക്കിൽ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ ഏത് രീതിയിലാണ് ആ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് എന്നും അതിന് ഏതെങ്കിലും ഒരു പൊതുഗതാഗതമോ അല്ലെങ്കിൽ ഒരു സഞ്ചാരയോഗ്യമായ പൊതുവഴിയോ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുകയും ആ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അതിൻ്റെ സംഘാടകർ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുത്തത് എന്നൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ അത്തരം രാഷ്ട്രീയ മുഖ്യമന്ത്രി മാത്രമല്ല, ഏത് ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനും അനുസരിക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ശ്രമിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട കോടതികൾ പുറപ്പെടുവിക്കുന്ന ഈ പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ വാസ്തവത്തിൽ ഈ പരമ്പരാഗതമായ സമര രീതികൾ മാത്രമേ നമ്മൾ നടത്തുകയുള്ളൂ എന്നുള്ള ചിന്ത മാറ്റിവെച്ചുകൊണ്ട് പുരോഗനാത്മകമായ മറ്റ് സമരമാർഗങ്ങൾ കൂടെ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ മാറ്റം, ഒരു പുതുക്കൽ, സ്വയം നവീകരണം പാർട്ടികൾ നടത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം.